ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ഡേ റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഡാൽ കറിയാണ് കേട്ടോ, പരിപ്പ് കറി. അതിനായിട്ട് ഞാനെടുത്തിട്ടുള്ള പരിപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പരിപ്പാണ് കേട്ടോ. നമ്മളെ ചെറുപയർ പരിപ്പില്ലേ, അതാണ് കേട്ടോ, തൊലി കളഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു കറി റെഡിയാക്കി എടുക്കാമെന്ന് എടുത്തിട്ടുണ്ട് ലഞ്ചിന് വേണ്ടിയിട്ട്. ഇത് ലഞ്ചിനും ചപ്പാത്തിക്കും പത്തിരിക്കും അതുപോലെ തന്നെ ദോശക്കൊക്കെ പറ്റിയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണിത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് പരിപ്പുണ്ടായിനി, അപ്പോൾ ഈ പരിപ്പ് വെച്ചിട്ട് ഞാൻ റെഡിയാക്കാമെന്ന്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജീസ് ബീട്രൂട്ട് അല്ലാത്തതൊക്കെ ഇതിലേക്ക് മേച്ചാണ് കേട്ടോ, നല്ലതാണ്. അപ്പം ബീട്രൂട്ട് കഴിഞ്ഞാൽ പിന്നെ കറിൻ്റെ കളർ ചേഞ്ച് ആവും, അതുകൊണ്ടാണ്, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. ക്യാരറ്റ്, മുരിങ്ങക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കോവക്കയും തക്കാളിയും ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും മാത്രമാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അത്രയും മതി. പിന്നെ അങ്ങനെ നമ്മളിത് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അവിടെ നിൽക്കട്ടെ, ബാക്കി മീനും കൂടി ഒന്ന് ഫ്രഷാക്കി എടുക്കാണ്ട് ക്ലീൻ ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ വെജീസ് നമ്മൾ കിച്ചണിൽ നമ്മൾ എന്ത് റെഡിയാക്കുകയാണെങ്കിലോ മൊത്തത്തിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഫുഡിൻ്റെ വേസ്റ്റ് അല്ല, ഈ വെജിറ്റബിൾസ് അതുപോലെ തന്നെ മീനിൻ്റെ ബീഫിൻ്റെ ചിക്കൻ്റെ അങ്ങനത്തെ ഇങ്ങനെ ചെറുതായിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാനിത് കമ്പോസ്റ്റ് ആക്കാമെന്ന് എഴുതിയിട്ട് നമ്മളെ തെങ്ങിൻ്റെ കവുങ്ങിൻ്റെ ഒക്കെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യൽ. പിന്നെ കഞ്ഞിവെള്ളം അങ്ങനത്തെ ഒക്കെ പിന്നെ നമ്മൾ പശുവിൻ്റെ കാടിവെള്ളത്തേക്കല്ലേ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മൾ കറി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ ഞാനിങ്ങനെ ഇതുപോലൊരു വേസ്റ്റ് പാത്രത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കണ്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളന്നത്തെ പരിപാടികളൊക്കെ. പിന്നെ ഈ ഒരു കത്തില്ലേ, കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിന് നിങ്ങൾ ഈ കത്തി എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ റിയാദിൽ നിന്ന് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാട്ടോ, അൽവഫ എന്ന് പറഞ്ഞിട്ടില്ലേ. ഇതൊരു സെറ്റ് കേട്ടോ, കത്തിയും ഒരു കത്രിക ഉണ്ടായിട്ടുണ്ടായിരുന്നു, മീൻ അങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്യൂലേ അതുപോലത്തെ. അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫിഷും വെജിറ്റബിൾസൊക്കെ നമ്മളൊന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പരിപ്പ് കറി മീൻ ഫ്രൈ ചെയ്തതും മാത്രമാണ് കേട്ടോ, അത്രയും മതി, നമുക്കതന്നെ ധാരാളമാണ് കേട്ടോ. നല്ലൊരു കറി, നല്ലൊരു ഇങ്ങനത്തെ മീൻ വറുത്തതോ ചിക്കനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരുപാട് കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഐറ്റംസ് നമ്മളെ വീട്ടിലുണ്ടെങ്കിലും ഈ 2 ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. ഈ പരിപ്പ് കറി തന്നെ മതി കേട്ടോ, ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണിത്. കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ടുള്ള കറിയാക്കി കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 2-3 വിസിലടിച്ചാൽ മതി, അപ്പോഴേക്കും നന്നായിട്ട് തന്നെ കുക്കാവും കേട്ടോ. ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഓരോന്നും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ ഓരോ നമ്മളിപ്പോൾ ഫിഷ് കട്ട് ചെയ്ത് അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇതാക്കിയില്ലേ, കട്ട് ചെയ്തില്ലേ, അപ്പോൾ തന്നെ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതുമല്ല നമ്മളൊരു എല്ലാ വേസ്റ്റും നമ്മളൊരു പാത്രത്തിലേക്കല്ലേ മാറ്റിയിട്ടുള്ളത്, ഒരു വേസ്റ്റ് പാത്രത്തിലേക്ക് ഇട്ടതുകൊണ്ട് പിന്നെ അവിടെ ഇവിടെ ഒന്നും നമ്മളെ വെജീസും കാര്യങ്ങളും കട്ട് ചെയ്തതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓരോരോ കിച്ചണിലത്തെ ഓരോരോ പണികളും പെട്ടെന്ന് തീർക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ക്ലീനായി കാണുമ്പോൾ ആ ടൈം ആയപ്പോൾ നമ്മൾ വെജീസും കാര്യങ്ങളും ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. പെരുംജീരക പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് ചേർത്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറും കുക്കായി കിട്ടിയിട്ടുണ്ട്, അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. കറി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടൈം കൊണ്ട് നമ്മളെ ഫിഷ് ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം കോൺഫ്ലവർ കേട്ടോ, ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് കുഴച്ചെടുക്കുകയില്ല കേട്ടോ. ഇതുപോലെ ഒരു അടപ്പില്ല പാത്രത്തിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലായിടത്തും മസാല ഇത് മാഗ്നേറ്റ് ചെയ്തിട്ട് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക, നമ്മളെ കറിയൊക്കെ കുക്കായി കിട്ടുന്ന ടൈം വരെ. അപ്പോൾ നമ്മളെ കറിയൊക്കെ അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കണം. തേങ്ങാപ്പാലെടുക്കണം കേട്ടോ. കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അധികം നമ്മൾ വെള്ളം ചേർക്കുമ്പം ടേസ്റ്റ് പോയി പോകും. അപ്പോൾ നമുക്ക് കുറച്ച് കറി മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാല് മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അരമുറിയിലേറെ എടുത്ത് കാണും ഞാൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചല്ലേ, അപ്പോൾ നമ്മളെ പരിപ്പും ഈ വെജീസൊക്കെ അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം. ഇനി ഇതിലേക്ക് കട്ടിയുള്ള ഈ തേങ്ങാപ്പാലാണ്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകില്ലേ, വറ്റൽമുളകും പിന്നെ നമ്മളെ കറിവേപ്പിലയും കടുകും ചേർത്തിട്ടൊന്ന് വറവിടാം. ഇത്ര പണിയുള്ളൂ കേട്ടോ. കറി റെഡി സെറ്റായി. പിന്നെ നമ്മൾ തേങ്ങ ചിരകലില്ല കേട്ടോ. കറിക്കൊക്കെ നമ്മൾ എന്തായാലും മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കല്ലേ, അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ചിരണ്ടണ്. അപ്പോൾ നമ്മളെ കറിയും കൂടിയും വറവിടുക. കറി എന്ന് പറഞ്ഞൊക്കെ. അപ്പോൾ കറി ചോറ് സെറ്റ്. ഇനി നമ്മൾ ഒന്ന് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. മീനെടുത്തരും. അപ്പോൾ നമ്മളെ ഫിഷ് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിലുണ്ട് നമ്മൾ അയലോക്കത്തെ താത്ത അയൽവാസി താത്ത കുറച്ച് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ നാരങ്ങയാന്ന് കരുതും, പക്ഷെ ഇത് ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ അത്ര സൈസ് ഇല്ലെങ്കിലും ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഈ കളർ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാവുക, വല്ലാതെ കളറൊന്നും ചേഞ്ച് ആകില്ല. അപ്പോൾ ഇത് ഒരുപാട് ഓൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തന്നിട്ടുണ്ടായിട്ടോ. ഇതിൽ നല്ല ജ്യൂസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഓറഞ്ച് കാണാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുക്കു ഇത് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുക്കൂൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ ആ വേസ്റ്റ് കൊടുക്കാതെ വൈകുന്നേരം നമ്മളിത് ജ്യൂസ് ആക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് നല്ല മധുരം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒരു ബോക്സിലാക്കി വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റും ഒന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ടാൽ അവിടെ ഇവിടെ ഒന്നും ആവില്ലല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെയാണ് കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ നമ്മൾ ചിരകുകയാണെങ്കിൽ ചിരകിടേണ്ടേക്ക് മാത്രമേ ഞാൻ ചിരകിയിടുള്ളൂ കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കത്തി കൊണ്ട് അതിങ്ങനെ എടുക്കലാണ് കേട്ടോ, കട്ട് ചെയ്തെടുക്കലാണ്. എന്നാൽ പിന്നെ വേഗം തന്നെ ആയി കിട്ടും ചെയ്യും.
ഇനി വേസ്റ്റൊക്കെ പാടെ നമുക്ക് നമ്മളെ മുറ്റത്തിലെ കവുങ്ങിൻ്റെ ഈ ഒരു തടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നാൽ അതൊരു കമ്പോസ്റ്റായിട്ട് ഇതിനൊരു കാര്യമാവും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യലുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിലെ ചെടികൾക്കും ഇതുപോലെ തൈകൾക്കൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ വളം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കമ്പോസ്റ്റൊക്കെ നമ്മളെ വീട്ടിലെ വെജിറ്റബിൾസിൻ്റെ ക്ലീൻ ആക്കിയതും അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് നമ്മൾ വാഷ് ചെയ്യാനൊക്കെ ഡ്രസ്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ. ഈ പരിപ്പ് കറിയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3 മണിയായപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ കാണാനായിട്ട്. ചോലയും ഒരു നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ കുറച്ച് നേരം കാണാനായിട്ട് പോയിട്ടുണ്ടായിന്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നല്ല നാച്ചുറൽ വൈബാണ് കേട്ടോ. ഇവിടെ നല്ല കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈവനിങ്ങിന് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് റെഡിയാക്കാമെന്ന് എഴുതിയിട്ട് നമ്മൾ ഓരോന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടില്ല നമ്മളെ തൊലി കളഞ്ഞ് വെച്ച ഓറഞ്ചില്ലേ, കുട്ടി ഓറഞ്ച്, ആ ഓറഞ്ച് വെച്ചിട്ട് നമ്മളൊരു ജ്യൂസും കൂടി റെഡിയാക്കിയിട്ടോ. ഇന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലം ഇങ്ങനെ കാണാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, മറ്റുള്ളവർക്ക് കൂടിയിട്ട്. ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്.